എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ നിങ്ങൾ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ ഇഷിത ചിപ്പിയെ കാണാൻ സ്കൂളിൽ പോകുന്നു. അങ്ങനെ ചിപ്പിയുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആദ്യം ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുകയാണ്. അപ്പോൾ അപ്പം ഇങ്ങനെ അവർ കണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആദ്യം ചോദിക്കുന്നു, ആദ്യം ചിപ്പിയോട് ചോദിക്കുന്നു, ചിപ്പി അമ്മ എപ്പോഴും ഇങ്ങനെ കാണാൻ വരുമെന്ന് ചോദിക്കുക. അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അപ്പോൾ പറയാം, അമ്മ എന്നെ കാണണം തോന്നുമ്പോഴൊക്കെ വരും, പിന്നെ ഹോസ്പിറ്റലിൽ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മ വരും, അമ്മയ്ക്ക് അറിയാം ഇൻ്റർവെൽ സമയം, അതിനനുസരിച്ച് അമ്മ എന്നെ കാണാൻ വരും എന്ന് പറയുന്നു. അമ്മയ്ക്ക് എന്നെ അതേ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ആദ്യം ഇതിങ്ങനെ മനസ്സിൽ വയ്ക്കുകയാണ്. പിന്നീട് ആദ്യം വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ രചനയോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ആയിഷിത എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, അവരെപ്പോഴും ചിപ്പി മോളെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട രചനയോട് നമ്മുടെ ആകാശ് പറയും, നീ ഇനി ഇടയ്ക്കിടയ്ക്ക് പോകണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ രചന ഒരു ദിവസം സ്കൂളിലേക്ക് പോവുകയാണ്. സ്കൂളിൽ പോയിട്ട് ചിപ്പിയെ കാണുന്നു. അപ്പോൾ ചിപ്പിയുടെ അടുത്ത് പോയി കരയുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ചിപ്പി, അമ്മ കരയേണ്ട, മമ്മി എന്തിനാ എന്നെ കാണാൻ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയും, എനിക്ക് മോളെ അത്ര ഇഷ്ടമാണ്, എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, കുറേ ദിവസമായി ഇങ്ങനെ മനസ്സിൽ വിഷമം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചിപ്പി പറയുന്നു, മമ്മിക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് അപ്പോൾ ചിപ്പി കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രചന ഇടയ്ക്കിടയ്ക്ക് ചിപ്പി മോളെ കാണാൻ വേണ്ടി വരികയാണ്. ഫുഡും അങ്ങനെയൊക്കെയായി ചിപ്പിയായിട്ട് കൂടുതൽ അടുക്കുകയാണ്. അപ്പോൾ ആകാശ് ഇത് പുറത്തു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആകാശിന് മനസ്സിലാവുന്നു ഇത് നല്ലൊരു തന്ത്രം തന്നെയാണ്. കേരള ചാപ്റ്റർ മഹേഷിന് കിട്ടിയാലും പക്ഷേ മഹേഷിന് ഏറ്റവും വലുത് ചിപ്പിമോള് തന്നെയാണ്. അപ്പോൾ ആ ചിപ്പിമോളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ്റെ സമനില തെറ്റും എന്നുള്ളത് ആകാശിന് നന്നായിട്ടറിയാം. അപ്പോൾ ആകാശ് മനസ്സിൽ കരുതുകയാണ്, എന്തായാലും ഇനി ഇത് വെച്ച് തന്നെ അവനോട് പകരം വീട്ടാം എന്നുള്ളത് ആകാശ് പുറത്ത് നിന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ രജനോട് പറയുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് ഇനി അവളെ കാണാൻ പോയാൽ മാത്രം പോരാ, നീ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡുകളും സ്വീറ്റ്സും എല്ലാം കൊണ്ടു കൊടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ രചന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഇഷിത ഇങ്ങനെ വരുമ്പോഴത്തേനും ചിപ്പിമോളും രചനയും ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷിതയ്ക്ക് അത് വിഷമമാകുന്നൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ഇഷിത തിരിച്ചു പോവുകയാണ്. വീണ്ടും പിന്നീട് ഒരു ദിവസം വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ ചിപ്പിമോള് രചന കൊടുക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നത് കാണുകയാണ്. അപ്പോൾ സൂരജും അവരെ കൂട്ടുകാരൊക്കെ വന്നിട്ട് നമ്മുടെ ഇഷിതയോട് പറയും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മമ്മി ഇവിടെ വരാറുണ്ട്, അവൾക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്, ഇപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവരുന്ന അവളുടെ മമ്മിയാണെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഇഷിത വിഷമത്തോടെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മഹേഷ് ചോദിക്കും, എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പം മഹേഷിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം മഹേഷ് പറയുന്നു, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, അവളൊരിക്കലും നിന്നെ വിട്ടു പോകില്ല, അവൾക്ക് നല്ലതും ചീത്ത ഏതാണെന്ന് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം ഇതിൻ്റെ പിന്നിലും ആകാശായിരിക്കും എന്നുള്ള കാര്യം പറയുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്ന കാര്യം ആദ്യം ചെന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകും, അത് തന്നെയാണ് കാര്യം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇഷിതയ്ക്ക് അത് വിഷമാവുന്നൊക്കെയുണ്ട്. പിന്നീട് നമ്മുടെ മാധവനും ലയയും തമ്മിൽ വഴക്കുണ്ടാകുന്നതൊക്കെ കാണുകയാണ്. നിങ്ങളും ഇഷിതയും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പം മാധവനോട് നന്നായിട്ട് എതിർത്ത് നിൽക്കുകയാണ്. അങ്ങനെ മാധവൻ ഒരു അടിയൊക്കെ കൊടുക്കുന്നു. ഇത് കണ്ട് മനസ്സിനെ അവിടെ കിടന്ന് പ്രശ്നമാക്കുകയാണ്. എന്ത് വന്നാലും നമ്മുടെ ആശുവിൻ്റെ മേലിലാണല്ലോ മനസ്സിനെ ഇത് തീർക്കുക. അങ്ങനെ ആശുവിനോടും വഴക്കുണ്ടാക്കുന്നു. നീയാണ് ഇതിനെല്ലാം കാരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന സീനുകളാണ് പ്രൊമോയിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.